ഓം ശ്രീ ലക്ഷ്മീ നരസിംഹം ശരണം പ്രപദ്യേ. സ്വാമിയേ ശരണമയ്യപ്പ. മുരുക ഭഗവാൻ തൻ്റെ ഭക്തനെ ഈ ഒരു ഒറ്റ കാര്യം കൊണ്ടാണ് ഒരു അറിയപ്പെടാത്ത ഒരാളിൽ നിന്ന് ലോകം അറിയപ്പെടുന്ന ഒരാളിലേക്ക് മാറ്റിയത്. അത് അറിയപ്പെടാത്ത ആളെന്നുള്ളത് പോട്ടെ, അതിനപ്പുറം ഇത്രയോത്തോളം മോശം പ്രവർത്തികൾ ചെയ്ത് ജീവിതത്തിൽ മുന്നോട്ട് പോയ ഒരാളില്ല. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയ ജീവിതമോ തമിഴ്നാടിൻ്റെ ചരിത്രമാണ്. ആ ജീവിതം മുരുക ഭക്തരുടെ ചരിത്രമാണ്. ആ ജീവിതം തമിഴ്നാട് എന്ന് പറയുമ്പോൾ തന്നെ മുരുകനാണ്. ആ തമിഴകത്തിൻ്റെ മുരുക ഭക്തരുടെ കൗമാരരുടെ വേദം എന്താണ് എന്ന് ചോദിച്ചാൽ പറയും തിരുപ്പുകഴാണ്. ആ തിരുപ്പുകൾ രചിച്ച അരുണഗിരിനാഥരെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അരുണഗിരിനാഥരുടെ മൊത്തം കഥയൊന്നും ഞാൻ പറയുന്നില്ല, എങ്കിലും അരുണഗിരിനാഥരുടെ ഒരു സന്ദർഭം ഞാൻ പറയാം. സാധാരണ ഈ മഹാന്മാരൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്കാലം മുതലേ അവർ വലിയ ജ്ഞാനമുള്ളവരും അല്ലെങ്കിൽ മറ്റ് കുട്ടികളിൽ നിന്ന് മറ്റ് സുഹൃത്തുക്കളിൽ നിന്ന് വിഭിന്നരായിട്ടുള്ളവരുമാണ്. പക്ഷേ ഇവിടെ അരുണഗിരിനാഥരുടെ കഥയൊന്ന് നോക്കൂ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ ഒരുപാട് വലിയ സമ്പത്തുള്ള കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും മാതാപിതാക്കളെ നഷ്ടപ്പെടുന്നു. അതിനുശേഷം സഹോദരിയുടെ സഹോദരിയായിരുന്നു ഇദ്ദേഹത്തെ നോക്കിയത്, പരിപാലിച്ചതുമെല്ലാം. ഇദ്ദേഹത്തിനൊരു ദുർസ്വഭാവമുണ്ടായിരുന്നു. എന്താണെന്നറിയാമോ? എല്ലാ ദിവസവും വൈകുന്നേരം അന്യ സ്ത്രീകളോടൊപ്പം ഓരോ കാര്യങ്ങൾക്കായി ഇങ്ങനെ പോകും. സത്യം പറഞ്ഞാൽ ഒരു സ്ത്രീകൾക്ക് പിന്നാലെ പോകുന്ന ഒരാളായി മാറി. അതിനുവേണ്ടി ഒരുപാട് സമ്പാദ്യം ഇദ്ദേഹം തന്നിൽ നിന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരുപാട് സമ്പാദ്യം, പാരമ്പര്യമായിട്ട് കിട്ടിയ സമ്പാദ്യം എല്ലാം ഇതിനു വേണ്ടി ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരുന്നു. ചിലവാക്കി ഒരു ദിവസം ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ 1 രൂപ പോലും എടുക്കാൻ ഇല്ലാത്തൊരു സ്ഥിതിയിൽ നിന്നപ്പോൾ പോലും ഈ ചിന്ത ഇദ്ദേഹത്തെ വിട്ടു പോകാത്തതുകൊണ്ട് സഹോദരിയുടെ അടുത്ത് ചെന്ന് വീണ്ടും പണം ചോദിച്ചപ്പോൾ സഹോദരി ആ സങ്കടം സഹിക്കാൻ വയ്യാതെ പറഞ്ഞു, ഞാൻ നിൻ്റെ പെങ്ങളായിപ്പോയി, അല്ലായിരുന്നെങ്കിൽ നിൻ്റെ ഈ ദുഷിച്ച സ്വഭാവത്തിന് ഞാൻ തന്നെ നിന്ന് തരുമായിരുന്നു എന്ന്. ആ ഒറ്റ വാക്ക് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെ തന്നെ ഞാൻ ആരാണ് എന്നുള്ളൊരു വലിയ ചോദ്യത്തിലേക്ക്, വലിയൊരു ആത്മചോദ്യത്തിലേക്ക് കൊണ്ടു നിർത്തിച്ചു. ഞാൻ ആരാണ് എന്നുള്ളൊരു, ഞാൻ എന്താണ് ഈ ചെയ്തത്, ഞാൻ എന്താണ് എന്നുള്ളൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക്, അങ്ങനൊരു അവസ്ഥയും ആർക്കും വരാതിരിക്കട്ടെ എന്ന് വിചാരിക്കുന്ന അദ്ദേഹത്തെ നിന്ന നിൽപ്പിൽ ഇല്ലാതാക്കി കളഞ്ഞൊരു ചോദ്യം, അദ്ദേഹത്തിൻ്റെ ഹൃദയം തകർത്ത ചോദ്യം. ആ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട്, വളരെ സുന്ദരനായിരുന്നു, സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ട് പല ത്വക്കു രോഗങ്ങളും വന്ന് ആര് കണ്ടാലും അറയ്ക്കുന്ന ഒരു സ്ഥിതിയിലായി ഇദ്ദേഹം. അതുകൊണ്ട് ആരും ഇദ്ദേഹത്തെ അടുപ്പിക്കില്ല, മറ്റ് സ്ത്രീകളൊന്നും അടുപ്പിക്കില്ല. അങ്ങനത്തെ ഒരു സ്ഥിതിയും വന്ന് സ്വന്തം മൂത്ത സഹോദരിയുടെ വായിൽ നിന്ന് ഇതും കേട്ടു. ഇതിൻ്റെ അപ്പുറം എന്താ ജീവിതത്തിൽ സംഭവിക്കാനുള്ളത്? തീർന്നു. ഞാൻ ഇത്രയും കാലം ചെയ്തതൊക്കെ തെറ്റാണെന്ന് ഒറ്റ നിമിഷം കൊണ്ട് മനസ്സിലായി. ഇത്രയും കാലം ചെയ്ത് കൂട്ടിയ തെറ്റ് ഈ ഒറ്റ വാക്കുകൊണ്ട് അദ്ദേഹത്തെ ഇല്ലാതാക്കുന്ന പോലെ ഒരു മൂർച്ചയുള്ള വാളായിപ്പോയി ആ വാക്ക്. എന്ത് ചെയ്തു ഇദ്ദേഹം തിരുവണ്ണാമല ക്ഷേത്രത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഗോപുരം ലക്ഷ്യമാക്കിപ്പോയി. അതിന് മുകളിൽ കയറി. എന്തിനാണെന്നറിയാമോ? ആത്മഹത്യ ചെയ്യാൻ. ഇനി എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത്? സ്വന്തം സഹോദരി എന്നെ എതിർത്ത് പറഞ്ഞു, ഇപ്പോൾ ഈ രോഗം കൊണ്ട് എന്നെ ആരും ഇപ്പോൾ അടുപ്പിക്കുന്നില്ല, എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്? ഒന്നുമില്ലെങ്കിൽ എൻ്റെ അമ്മയെപ്പോലെ കാണണ്ട, അല്ലെങ്കിൽ അമ്മയെപ്പോലെ എന്നെ സ്നേഹിച്ച എൻ്റെ സഹോദരി എന്നോട് ഇത് പറഞ്ഞല്ലോ, ഇനി ഈ നീച ജന്മം എന്തിനാണ് എന്നുള്ളൊരു വല്ലാത്തൊരു ചിന്ത, ആ ഒരു ചോദ്യം. അതാണ് ഓരോ ചോദ്യത്തിൻ്റെയും ഓരോ വാക്കിൻ്റെയും. ചിലപ്പോൾ ഒരു മനുഷ്യനിട്ട് ഒരു അടി കൊടുത്താൽ പോലും ഇത്ര വേദന ഉണ്ടായില്ല ഓരോ ചോദ്യത്തിന്. ആ ചോദ്യം അവിടെ വേണം താനും. അത് ഭഗവാനായിട്ട് ചോദിപ്പിച്ച ചോദ്യമാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും അത്ര നന്നല്ലായിരുന്നു ഇതിനു മുമ്പ്. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ജീവൻ ഒടുക്കാൻ തന്നെ വിചാരിച്ചുകൊണ്ട് ഗോപുരത്തിന് മുകളിൽ ഏറാൻ തീരുമാനിച്ചു. ഗോപുരത്തിന് മുകളിലേറി അവിടെ നിന്ന് ഇദ്ദേഹം താഴേക്കെടുത്ത് ചാടിയ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, എൻ്റെ ജീവൻ ഇല്ലാതാക്കണം. പക്ഷേ എവിടെ നിന്നോ ഒരു 2 കൈകൾ വന്ന് ഇദ്ദേഹത്തെ രക്ഷിക്കുകയാണ്. ഇത് പുരാണത്തിലുള്ള കഥയൊന്നും അല്ല കേട്ടോ. 18 പുരാണങ്ങളൊന്നും നിങ്ങൾ തപ്പിപ്പോകണ്ട, അല്ലെങ്കിൽ ഇത് പുരാണ കാലത്ത് ആരോ എഴുതി വെച്ചിരിക്കുന്നതാണ്, അല്ലെങ്കിൽ ഇതൊക്കെ ഒരു വ്യാജ കഥയാണ് എന്നൊന്നും വിചാരിക്കേണ്ട. നമ്മളെക്കാൾ കുറച്ച് വർഷം മുമ്പ്, കുറച്ച് പിന്നോട്ട് ചിന്തിക്കുമ്പോഴുള്ള വർഷങ്ങളിൽ ജീവിച്ചിരുന്നൊരു മഹാവ്യക്തിത്വമാണ്, ഒരു മഹായോഗിയാണ്, സിദ്ധനാണ്
അരുണഗിരിനാഥർ, അദ്ദേഹത്തിൻ്റെ കഥയാണ്. അപ്പോൾ താഴോട്ടെടുത്ത് ചാടിയപ്പോൾ ഒരു 2 കരങ്ങൾ വന്ന് അദ്ദേഹത്തെ താങ്ങി. നമ്മുടെ ഈ ആണ്ടിപ്പണ്ടാര കോലത്തെ മുരുകനെ കാണുന്ന അതേ രൂപത്തിൽ ഭസ്മം ധരിച്ചുകൊണ്ട്, രുദ്രാക്ഷം ധരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ അടുത്ത് വന്ന് ഇദ്ദേഹത്തെ താങ്ങിയെടുക്കുക. എടുത്തു കഴിഞ്ഞിട്ട്, അല്ലയോ സ്വാമി, നിങ്ങളെന്നെ രക്ഷിച്ചല്ലോ, ഈ ജീവിതം വേണ്ട എന്ന് വിചാരിച്ച് നടന്നതാ, ഇനി ഞാൻ എന്ത് ചെയ്യും, ഈ ജീവൻ കൊണ്ട് എന്ത് ചെയ്യും, നിങ്ങൾ എന്തേലും എന്നോട് പറ, ഞാൻ എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചപ്പോൾ ആ സന്യാസി രൂപത്തിൽ വന്ന സാക്ഷാൽ മുരുക ഭഗവാൻ അരുണഗിരിയാരോട് പറഞ്ഞു, സൊല്ലറെ സുമ്മായിറ്, ഞാൻ പറയുന്നു മിണ്ടാതിരിക്കും, മൗനമായിട്ടിരിക്കും. അത്രേ പറഞ്ഞുള്ളൂ. അതാണ് അദ്ദേഹത്തിന് കിട്ടിയ ഗുരുപദേശം. ഇദ്ദേഹം നേരെ പോയി ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ, ഈ സന്യാസി പറഞ്ഞതുപോലെ തന്നെ മിണ്ടാതിരുന്നു. അത്രയും കാലം മുരുകൻ്റെ ഭക്തരൊന്നും അല്ലായിരുന്നു. മിണ്ടാതിരുന്നു, ഒരു മന്ത്രവും ഉച്ചരിച്ചില്ല, ഒന്നും ചെയ്തില്ല, ഒരു പ്രവൃത്തിയും ചെയ്തില്ല. അങ്ങനെ കാലങ്ങൾ കഴിഞ്ഞിങ്ങനെ പോയി. അങ്ങനെ ആ ധ്യാന നിമഗ്നനായി ബ്രഹ്മത്തിൽ വിലീനം പ്രാപിച്ചിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ അടുത്തു വന്നത് സാക്ഷാൽ മുരുകനാണ് എന്ന്. അതുപോലെ തൻ്റെ ത്വക്ക് രോഗങ്ങളെല്ലാം മാറി പഴയതിനേക്കാളും 100 ഇരട്ടിയായി തേജസ്സോടെ ആൾ മാറാനും തുടങ്ങി. അതിനുശേഷം ഇദ്ദേഹം ധ്യാനത്തിൽ ഇങ്ങനെ ഇരിക്കുക, സൊല്ലറെ സുമ്മായിര് എന്ന് പറഞ്ഞ അന്ന് മുതൽ ഇങ്ങനെ ധ്യാനത്തിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് സാക്ഷാൽ മുരുക ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് അരുണഗിരി എന്ന് വിളിക്കും. വിളിച്ചപ്പോഴേ കണ്ണു തുറക്കും. അപ്പോഴേ അദ്ദേഹം അത്ഭുതത്തോടു കൂടി ഈ മയിലിൻ്റെ മുകളിൽ നിൽക്കുന്ന ഭഗവാനെ കണ്ട് കുളിർന്നു പോകും. കാരണം നേരിട്ടുള്ള ദർശനമാണ്, അത്ഭുതമാണ്. അപ്പോൾ അത് കണ്ട് അദ്ദേഹം മനസ്സിന് കുളിർമ കൊണ്ട്, അല്ലയോ ഭഗവാനെ എന്ന് വിളിച്ചാൽ അത് നമുക്ക് പിന്നെ അറിയാം, നമ്മുടെ മുന്നിൽ നമ്മളുടെ ഇഷ്ടദേവൻ വന്നാലും നമ്മളിങ്ങനെയൊക്കെ തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ അതുപോലെ വലിയ രീതിയിൽ ഇദ്ദേഹം അങ്ങ് ആ നിമിഷം അങ്ങ് ഇല്ലാണ്ടായിപ്പോയി. അല്ലെങ്കിൽ ആ ഭക്തിയിൽ അങ്ങ് ആറാടി നിൽക്കുമ്പോൾ, ഭഗവാനെ എനിക്ക് ഈ ജന്മം തന്നത് നീ, ഇനി നീ പറ ഞാൻ എന്ത് ചെയ്യണം. ഭഗവാന്റെ 2ാമത്തെ ഉപദേശം വരുക, അരുണഗിരി പാട്. ആദ്യം പറഞ്ഞു സൊല്ലറെ സുമ്മായിര്, 2ാമത് പറയാ അരുണഗിരി പാട്. എന്തിനെക്കുറിച്ച് പാടാൻ? എന്നെക്കുറിച്ച് പാടാൻ, മുരുകനെക്കുറിച്ച് പാടാൻ പറയാം. അപ്പോൾ പറഞ്ഞു, ഒരു അറിവും അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു പാണ്ഡിത്യവുമില്ലാത്ത എന്നോടാണോ അങ്ങിത് പറയുന്നത്? എനിക്കെന്ത് കഴിവാണ് അങ്ങയെപ്പോലെ ബ്രഹ്മസ്വരൂപനായ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട നായകനെക്കുറിച്ച് വർണ്ണിക്കാൻ? എനിക്ക് വാക്കുകൾ കിട്ടുമോ മുരുക എന്ന് ചോദിക്കുമ്പോൾ, മുരുകൻ്റെ ആ വേല് കൊണ്ട് അദ്ദേഹത്തിൻ്റെ നാവിൽ അകാരം ഉകാരം മകാരമായ ആ പ്രണവം ഓം എഴുതി കൊടുക്കുക. നാവിൽ നമ്മൾ കാളിദാസൻ്റെ കഥയിൽ ഇത് തന്നെ കേൾക്കുന്നുണ്ട്. കാളിദാസനും ഇതുപോലെ തന്നെയാണ്. ഇതിനു മുൻപ് ഒരു അറിവില്ലായിരുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ഇതിനു മുൻപ് ഒരു ശ്രേഷ്ഠതയോ ഒരു യോഗിയുടേതായ ഒരു പരിവേഷവും ഇല്ലാത്ത ആളാണ്. അതാ പറയുന്നത്, ദൈവം ആരുടെ മുന്നിൽ വന്നാലും, ഇപ്പം നിങ്ങളും ഞാനും ഒക്കെ എത്ര നീചമായ ജീവിതത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിലും ഒരു നിമിഷം ഭഗവാന്റെ പ്രത്യക്ഷം മതി. എല്ലാവരും തുല്യരാണ്. ആരും മഹാനും ആരും നമ്മൾ ഈ കാണുന്ന വാഴ്ത്തപ്പെടുന്ന ദൈവാവതാരങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ നമ്മളെക്കാൾ വലിയ ആളുകളാണ് എന്ന് വിചാരിച്ച് ഇന്ന് പലരും പോയി കുമ്പിടുന്നൊക്കെ ഉണ്ട്. ഒന്നുമല്ല, നിങ്ങളുടെ ഉള്ളിലും ഇതേ ചൈതന്യമാണ്, ദൈവ ചൈതന്യം ഇരിക്കുന്നത്. ആ ചൈതന്യം പുറത്ത് വരണമെങ്കിൽ ആ ഭഗവാൻ തന്നെ വിചാരിക്കണം. അങ്ങനെ ഭഗവാൻ വിചാരിച്ചു, ഇതുപോലെ മുന്നോട്ട് പോയ ഒരാൾക്കും ഞാൻ നേരായ ആത്മീയ പാത കാട്ടിക്കൊടുക്കാം. അങ്ങനെ ഒരു ദിവസം നിങ്ങൾക്ക് വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. അല്ലാതെ കുഞ്ഞുനാൾ മുതൽ തന്നെ അമ്പലവാസിയായി ചുറ്റുകയോ അല്ലെങ്കിൽ ധ്യാനത്തിൽ ഏർപ്പെടുകയോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് 100ാമത്തെ വയസ്സിലാണെങ്കിൽ പോലും നിങ്ങളുടെ മുന്നിലേക്ക് ഭഗവാൻ ഒരു അരുൾ തന്നാൽ ആ അരുളിൽ നിന്ന് അറിവുള്ളവനായി മാറാനും ആത്മീയതയിൽ ഉന്നതയിലെത്താനും നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഈ കഥയിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അരുണഗിരിയാരുടെ നാവിൽ ഇങ്ങനെ എഴുതി കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഭഗവാൻ പാട് എന്ന് പറഞ്ഞല്ലോ, എഴുതിയും കൊടുത്തല്ലോ. അത് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പോലും അറിയാതെ മുത്തുമുത്തായി വരികയാണ്. മുത്തുമുത്തായി ആ പാടൽ, ആ സംഗീതം ഇങ്ങനെ വരികയാണ്. അങ്ങനെയാണ് തുടങ്ങുന്നത്. മുത്തൈ തരുപത്തി തിരുനകയത്തിക്കിരൈ ചത്തിച്ചറവണ മുക്തിക്കൊരു വിത്ത് ഗുരു പറയണ ബോധും എന്ന് ആദ്യ വരികൾ പിറന്നു അരുണഗിരി ആരുടെ നാവിൽ നിന്ന്. പിന്നെ അത് എത്ര കടല് പോലെ തിരുപ്പുകൾ. തമിഴകത്തിൽ ഇത്രയും നല്ല പ്രാസമൊൽപ്പിച്ച് കൃതികൾ എഴുതിയ വേറെ ആരുമില്ലെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് വലിയ മഹാനായി. അപ്പോൾ ആ
മഹാനെ ആ മഹത്വത്തിലേക്ക് നയിച്ച കാര്യമാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. സൊല്ലറെ സുമ്മായിര്, അത് തന്നെ. മിണ്ടാതിരിക്കുക, ആരോടും കൂടുതലൊന്നും ഊരിയാടണ്ട സദാസമയം. കാരണം കൂടുതൽ നമ്മളുടെ മനസ്സോ അതിനനുസരിച്ച് നമ്മുടെ വായയോ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എന്തിനാണ് സംസാരിക്കുന്നത്? സുഖം കണ്ടെത്താൻ. ആരുടെയും കുറ്റം പറഞ്ഞാൽ ഒരു സുഖം കിട്ടും, അവൻ മോശമാണെന്ന് പറഞ്ഞാൽ ഒരു സുഖം കിട്ടും, അല്ലെങ്കിൽ ഇല്ലാത്തൊരു കാര്യം ഉണ്ടാക്കി ഇവൻ ഇങ്ങനെ ആളാ എന്ന് പറയുമ്പോൾ ഒരു സുഖം കിട്ടും. എങ്കിൽ അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നത് അവരൻ്റെ ഗുണത്തിനായി വരണം എന്നുള്ള ആ ഗുരുവചനം നമ്മൾ ഓർത്താൽ മതി. നമ്മൾ ഈ സംസാരിക്കുന്ന എല്ലാം ഇതുപോലുള്ള മോശം കാര്യങ്ങളാണെങ്കിൽ മോശമായിട്ടുള്ള കാര്യങ്ങളെ നമ്മളിലേക്കും അട്രാക്റ്റ് ആക്കുകയുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവിതത്തിൽ വലിയ നിലയിൽ നിൽക്കുന്ന ഒരാളും കുറ്റം പറയില്ല, ഗോസിപ്പ് പറയില്ല, മറ്റൊരാളുടെ കുറ്റം പറയില്ല. കാരണം അവർക്ക് ചിന്തിക്കാൻ ഒരുപാട് വലിയ കാര്യങ്ങളുണ്ട്. അതിനിടയ്ക്ക് ഈ നാട്ടിൽ നടക്കുന്ന ചെറിയ ചെറിയ ആളുകളുടെ കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നാൽ എങ്ങനെയാണ് വലിയ കാര്യങ്ങളിലേക്ക് ഇവരുടെ ബുദ്ധിയെ കേന്ദ്രീകരിക്കാൻ പറ്റുന്നത്? നമ്മൾ ഒരുപാട് മന്ത്രം ഈ ചാനലിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ ചാനലിൽ ഒരുപാട് മന്ത്രങ്ങളുണ്ട്. ഇതെല്ലാം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ, അല്ലെങ്കിൽ ഏത് തരത്തിൽ നിന്ന് മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടും വല്ല പ്രയോജനമുണ്ടായോ എന്ന് ചോദിച്ചാൽ ഉറപ്പായും ഉണ്ടായി കാണും. മന്ത്രത്തിന് ശക്തിയുണ്ട്. എങ്കിലും ജീവിതം മാറിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതിന് കാരണം എന്താ? നമ്മളിതുപോലെ മറ്റുള്ളവരുടെ കുറ്റവും പറഞ്ഞ് ഒരു മൃഗത്തെ കൊല്ലാതിരുന്നാലോ അല്ലെങ്കിൽ അതിനെ ഹിംസിച്ച് ആഹാരമാക്കി കഴിക്കാതിരുന്നാലോ ഒന്നും നമ്മുടെ പാപം തീരില്ല. ഒരു മനുഷ്യനെക്കുറിച്ച് കുറ്റം പറയുന്നത് അയാളുടെ വ്യക്തിത്വത്തെ ഹിംസിക്കുന്നതാണ്. ഒരാളോട് ദേഷ്യപ്പെടുന്നത്, നമ്മൾ ഒരാളുടെ ചിലപ്പോൾ മുഖത്ത് നോക്കി ഒരു അടി കൊടുത്താൽ പോലും ഇല്ലാത്ത വേദന ചിലപ്പോൾ നിങ്ങളുടെ ഒരു വാക്കുകൊണ്ടുണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, അരുണഗിരിനാഥരുടെ കഥയിൽ അദ്ദേഹത്തിൻ്റെ സഹോദരി അദ്ദേഹത്തിനോട് പറയുന്ന ആ വാക്കാണ് വേദന. അതുപോലെ എത്ര പേരെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അച്ഛനെ വേദനിപ്പിച്ചിട്ടുണ്ട്, അമ്മയെ വേദനിപ്പിച്ചിട്ടുണ്ട്, സഹോദരങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്, സുഹൃത്തുക്കളെ വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരാൾ നമ്മളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് സന്തോഷമാണോ വരുന്നത്, സങ്കടമാണോ, ദേഷ്യമാണോ വരുന്നത്? നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരാൾക്ക് നിങ്ങളോട് ദേഷ്യവും സങ്കടവുമാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഏത് ജീവിതമാണ് ജീവിച്ചതെന്ന് നിങ്ങൾ അരുണഗിരിയാർ ചിന്തിച്ച പോലെ ചിന്തിക്കണം. ഞാൻ എന്ത് ജീവിതമാണ് ജീവിച്ചത്? ഒരു മനുഷ്യൻ എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു സന്തോഷമില്ല. ഇപ്പം ചിലരെ കാണുമ്പോൾ നമ്മൾ എത്ര സങ്കടത്തിലാണെങ്കിലും ചിലർ വരുന്നത് കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഹാപ്പിയാകും. കാരണം അയാളുടെ ഒരു പ്രസന്നത, അയാളുടെ ഒരു സാമീപ്യം, ഇതൊക്കെ നമ്മളിൽ സന്തോഷം ജനിപ്പിക്കുന്നതാണ്. എങ്കിൽ അതേസമയം ചിലർ വരുമ്പോൾ എത്ര സന്തോഷമാണെങ്കിലും നമുക്ക് സങ്കടമാകും. നമ്മൾ ഇതിൽ ഏത് തരത്തിലുള്ള ഓറയുള്ള ആളാണ്, ഏത് തരത്തിലുള്ള പ്രഭാവലയമുള്ള ആളാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. നമ്മളുടെ ചിന്തകളാണ് മന്ത്രം. ആ മന്ത്രമാണ് നമ്മളുടെ ആവരണമായി വരുന്നത്. നമ്മളുടെ എല്ലാം നമ്മുടെ വിചാരങ്ങളും നമ്മളുടെ പ്രവൃത്തിയുമാണ്. ആ പ്രവൃത്തിയും വിചാരവും നല്ലതാണെങ്കിൽ ഏതൊരാളും ആകർഷിക്കപ്പെടും, എത്ര സമ്പത്തും ആകർഷിക്കപ്പെടും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരുപാട് വലിയ രീതിയിൽ ബിസിനസ്സും വ്യാപാരവും അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പൊളിറ്റിക്കലി ഈ സമൂഹത്തിൽ ഏത് നിലയിലായിക്കൊള്ളട്ടെ, ഒരു 10 പേരെ കൂട്ടാൻ പറ്റുന്ന ഒരാൾക്ക്, 10 പേരുടെ ഇടയിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരാൾക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. വളരെ വലിയ രീതിയിൽ പോസിറ്റിവിറ്റി തുളുമ്പുന്ന ഒരു വ്യക്തിത്വമായിരിക്കും. അതിവരുടെ ചിന്ത കൊണ്ട് വരുന്നതാണ്. അത് ദൈവികത തന്നെയാണ് ഈ ചിന്തകൾ. ആ ചിന്തകളിലൂടെ ഈ യമനിയമങ്ങളൊക്കെ പാലിച്ച് എല്ലാ തരത്തിലും ശുദ്ധത പാലിച്ച് മന്ത്രജപവും അതുപോലെ തന്നെ ക്ഷേത്ര ദർശനവും ആകുമ്പോഴേ ഫലം കിട്ടുകയുള്ളൂ. ഞാൻ എത്ര ക്ഷേത്രത്തിൽ ദർശനം നടത്തിയാലും ഇപ്പോൾ ചിലരൊക്കെ ദുർമൂർത്തി എന്ന് വിളിക്കാൻ സാധിക്കില്ല, എങ്കിലും പെട്ടെന്നുള്ള കാര്യസാധ്യ മൂർത്തികളുടെയൊക്കെ ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ട് പെട്ടെന്ന് നേടാൻ. പക്ഷേ അതിനേക്കാളും പെട്ടെന്ന് ഇതെല്ലാം പോകുകയും ചെയ്യും. അതേസമയം നമ്മളിൽ തന്നെ ചില വ്യത്യാസങ്ങൾ വരുത്തി പക്വതപ്പെടുത്തി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഏകാഗ്രതപ്പെടുത്തി എടുത്തെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഒരു ജീവിത വിജയം ഉണ്ടാകുകയുള്ളൂ. ഞാൻ അതാണ് മുൻപ് പറഞ്ഞത്, ദുർമൂർത്തി എന്ന് പറയുന്നൊരു വ്യാഖ്യാനമില്ല. ആ മൂർത്തിയെ നമ്മൾ എങ്ങനെയാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചാണ്. ഇപ്പോൾ ഏറ്റവും സുന്ദരമായിട്ടുള്ള പല ഭാവങ്ങളും നമ്മളെടുത്ത് മോശം പ്രവർത്തികൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതുതന്നെ നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ, ഇപ്പം നമ്മൾ ഇന്ന് കാണുന്ന പല രൂപങ്ങളും മോശം മൂർത്തികളാണെന്നൊക്കെ പറയുന്നത് എല്ലാം ശിവശക്തി പുത്രന്മാരായിട്ട് തന്നെയാണ് പല മലബാർ സമ്പ്രദായങ്ങളിലും ഒക്കെ പറയുന്നത്. പക്ഷെ അവരോട് നമ്മൾ നല്ല രീതിയിൽ പെരുമാറിയാലോ, നല്ല കാര്യങ്ങൾക്ക് അവരെ വിളിച്ചാലോ, അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയാലോ, അപ്പോൾ നമ്മളിലേക്ക് കൂടുതൽ പോസിറ്റിവിറ്റി വരും. അല്ലാതെ പെട്ടെന്ന് ഒരു താന്ത്രിക ക്രിയയൊക്കെ ചെയ്ത് പെട്ടെന്ന് പണക്കാരനാകുക, അങ്ങനെ ചെയ്യുന്നവരുണ്ട്, പെട്ടെന്ന് പോകും. പക്ഷേ ശരിക്കും എന്നും നിലനിൽക്കുന്ന ഒരു സമ്പാദ്യത്തിലേക്കും ശരിക്കും എന്നും നിലനിൽക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്കും മാറണമെങ്കിൽ ചിന്തയിലാണ് മാറ്റം ഉണ്ടാകേണ്ടത്. അതിനാദ്യം എന്ത് ചെയ്യണം? ആവശ്യമില്ലാത്ത കാര്യം മിണ്ടാതിരിക്കണം. സൊല്ലറെ സുമ്മായിര്.
ആ മുരുക ഭഗവാൻ ആ ഭക്തന് പറഞ്ഞു കൊടുത്ത കാര്യം എപ്പോഴും മനസ്സ് വിചാരിക്കുക. എന്തെങ്കിലും നിങ്ങൾക്ക് പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ, ആരുടെയെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ പറയാൻ തോന്നുന്നുണ്ടെങ്കിൽ ആദ്യം മനസ്സിനെ കൺട്രോൾ ചെയ്യണം. സൊല്ലറെ സുമ്മായിറ്, പറയണ്ട, ഇതിവിടെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ അവിടെ പറഞ്ഞ് നിങ്ങൾ പോലും അറിയത്തില്ലാതെ നിങ്ങൾ കർമ്മഭാരം കൂട്ടിക്കൊണ്ടിരിക്കുക. നിങ്ങൾ ചിലപ്പോൾ അറിയുന്നില്ല, നിങ്ങൾ ഒരാളെ കുറ്റം പറഞ്ഞാൽ അവിടെ കൊണ്ട് തീർന്നു എന്ന് വിചാരിക്കുന്നു. അയാൾ അറിയുന്നില്ലല്ലോ. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ സർവ്വവ്യാപിയായ ഭഗവാൻ നിങ്ങളുടെ ഉള്ളിൽ ഇരിപ്പുണ്ട്, പ്രപഞ്ചം മൊത്തം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആ ഭഗവാന്റെ രജിസ്റ്റർ ബുക്കിൽ ഇതെല്ലാം രജിസ്റ്റർ ആകും. ഭഗവാന്റെ CCTV എല്ലാം പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ അതൊരു കർമ്മഭാരമായിട്ട് നിങ്ങളുടെ രജിസ്റ്ററിൽ ഭഗവാൻ ഇവൻ ഇങ്ങനെ ഒരുത്തൻ്റെ വ്യക്തിത്വത്തെ ഹനിച്ചിട്ടുണ്ട് അവിടെ എഴുതി വെക്കും. ഇങ്ങനെ ഒരുപാട് കർമ്മഭാരം മറ്റുള്ളവൻ്റെ. പിന്നെ നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കി അടിയൊന്നും കൊടുക്കണ്ട. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പിതാവിനോടോ മാതാവിനോടോ ഒക്കെ ഒരു രൂക്ഷമായിട്ടൊരു വലിയ, ഒരിക്കലും പറയാൻ സാധിക്കാത്ത ഒരു വാക്ക് പ്രയോഗിച്ചു. നിങ്ങൾക്കൊരു കുഴപ്പമില്ല, ഒരു വാക്കല്ലേ, പക്ഷെ അവരുടെ മനസ്സ് വേദനിക്കുന്ന അനുസരിച്ച് നിങ്ങൾക്കിവിടെ. എന്നിട്ട് നിങ്ങളെന്ത് പറയും? നിങ്ങളല്ല കേട്ടോ, നമ്മൾ. കാരണം ഞാനും ആ ഗണത്തിൽപ്പെടുന്നത്. നമ്മളൊക്കെ അറിയത്തില്ലാതെ എല്ലാം ചെയ്യുന്നവരാ. നിങ്ങളെന്ന് പറയുമ്പോൾ പെട്ടെന്ന് തെറ്റിദ്ധരിക്കുകയോ നിങ്ങളൊക്കെ അല്ല, നമ്മളെല്ലാവരും മനുഷ്യരായിട്ട് ജനിച്ചാൽ അത് നമ്മളുടെ പ്രശ്നമാണ്. നമ്മളെന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ സഹോദരങ്ങളെയും മാതാപിതാക്കളെയൊക്കെ ഇങ്ങനെ കുറ്റം പറയും. എന്നിട്ട് നമ്മൾക്ക് ഒരു കാര്യം നടക്കാതെ വരുമ്പോൾ എത്ര ക്ഷേത്രത്തിൽ പോയി നമ്മൾ, പക്ഷേ എന്തുകൊണ്ടാണ് നമുക്കൊരു പ്രയോജനം കിട്ടാത്തത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മളിത് ചിന്തിക്കില്ല. ഇനി മൂർത്തിക്ക് നമ്മളോട് വല്ല ആ ക്ഷേത്രത്തിലെ ഭഗവാൻ ഒരു ശക്തി ഇല്ലാത്തതായിരിക്കും, അല്ലെങ്കിൽ എന്താ പറയുക, ആ ദൈവത്തിന് നമ്മളെ ഇഷ്ടമില്ലാത്തതായിരിക്കും. പക്ഷെ നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, നമ്മളുടെ കൺകണ്ട ദൈവമായിട്ടുള്ള അച്ഛനും അമ്മേനെയും വേദനിപ്പിക്കുന്നു. ഇനി പലരും പറയും, എൻ്റെ അച്ഛനും അമ്മയും എനിക്കൊന്നും ചെയ്തു തന്നിട്ടില്ല, എന്നോട് മാതാപിതാക്കളെ വേദനിപ്പിക്കരുതെന്നൊരു വീഡിയോ പറഞ്ഞപ്പോൾ കുറച്ച് ആളുകൾ പറഞ്ഞു, എൻ്റെ അമ്മ പെരുമാറുന്ന പോലെ അല്ലേ പെരുമാറുന്നത്. എങ്കിൽ ശരി, സമ്മതിച്ചു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരോട് തിരിച്ചൊന്നും പ്രതികരിക്കാതിരിക്കത്തില്ലേ? അവർ വേദനിപ്പിച്ചു നിങ്ങളെ, അല്ലെങ്കിൽ അവർ നിങ്ങൾക്കൊരു അമ്മ തരേണ്ട സ്നേഹം, അച്ഛൻ തരേണ്ട സ്നേഹം തന്നിട്ടില്ല. ഉപേക്ഷിക്കുക. എന്തിനാ അവരുടെ മനസ്സ് തിരിച്ചു വേദനിപ്പിച്ചൊരു കർമ്മഭാരം? ഭഗവാൻ അറിയാമല്ലോ അവർ നിങ്ങളോട് ചെയ്യുന്നത്. ഭഗവാന്റെ രജിസ്റ്റർ ബുക്കിൽ അവരുടെ കാര്യവും നിങ്ങളോടൊരു അച്ഛൻ്റെയും അമ്മയുടെയും കടമ അവർ നിർവഹിച്ചിട്ടില്ലെങ്കിൽ അതും അവർ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, ഭഗവാൻ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒന്നും പ്രതികരിക്കാതിരിക്കുക. മറ്റൊരാളുടെ ഒരു തരത്തിലുള്ള ശാപവും, ഒരു മൃഗത്തിൻ്റെയും എന്താ പറയുക, മറ്റൊരു മനുഷ്യൻ്റെ ഒരു തരത്തിലുള്ള ശാപവും മേടിച്ച് വെക്കാതിരിക്കുക. അത് ആദ്യം ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ പറയും ദാനം നടത്തുക എന്ന് പറയും. ഈ മന്ത്രസിദ്ധിയൊക്കെ വരണമെങ്കിൽ ദാനം നടത്തണം, അല്ലെങ്കിൽ കർമ്മഭാരം ഇല്ലാതാക്കണമെങ്കിൽ ദാനം നടത്തണം. ഈ ദാനം നടത്തുന്നത് എന്തിനാ? മറ്റൊരാളുടെ മനസ്സിൽ അയാൾക്ക് വേണ്ട കാര്യം, പെട്ടെന്ന് ആഹാരം കൊടുക്കേണ്ട ഒരാൾക്ക് കൃത്യസമയത്ത് ആഹാരം കൊടുക്കുമ്പോൾ അയാളുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഒരു സംതൃപ്തിയല്ലേ? അപ്പോൾ അതൊരു നല്ല കർമ്മമായിട്ട് വരുമെങ്കിൽ, അതുകൊണ്ട് ഒരുപാട് പേര്, എത്ര ലക്ഷം പേർക്ക് അന്നദാനമൊക്കെ കൊടുക്കാറ് വർഷങ്ങൾ തോറും, വലിയ വലിയ സമ്പാദ്യം നേടുന്നവരൊക്കെ. അതൊക്കെ നല്ലതാണ്, അത് നല്ലതാണ്, അതിനെക്കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യാം. പക്ഷേ നമ്മൾ അങ്ങനെ ഒരാളുടെ മനസ്സ് സന്തോഷപ്പെടുത്തുമ്പോൾ ഇപ്പുറത്ത് കുറച്ച് പേരുടെ മനസ്സ് സങ്കടപ്പെടുത്തിയാൽ പിന്നെ എന്താ കിട്ടുന്നത്? അവിടെ ബാലൻസായി നിൽക്കില്ലേ? എന്തെങ്കിലും കിട്ടണമെങ്കിൽ ഇന്ന് മുതൽ ഞാൻ ആരുടെയും മനസ്സ് വേദനിപ്പിക്കില്ല. അതിനർത്ഥം നിങ്ങളുടെ തലയിൽ കയറുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഭീഷണിയാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എതിർത്ത് നിൽക്കേണ്ട ഒരു സാഹചര്യമാണെങ്കിൽ അവിടെ എതിർത്ത് നിൽക്കണം. നിങ്ങളെക്കുറിച്ച് ഒരാൾ അപവാദം പറയുന്നു, നിങ്ങളുടെ ജോലി സ്ഥലത്തോ നിങ്ങളുടെ വീട്ടിലോ നാട്ടിലോ ഒക്കെ അപ്പം പ്രതികരിക്കണം. അതാണ് കൃഷ്ണൻ പറയുന്ന ആദ്യമേ അഹിംസ. പിന്നെ അവിടം കൊണ്ടും നിന്നില്ലെങ്കിൽ പിന്നെയാണ് തിരിച്ചുള്ള യുദ്ധം. ആദ്യമേ പറഞ്ഞൊക്കെ നടന്നില്ലെങ്കിൽ, പക്ഷേ അങ്ങോട്ട് പോയി ഒരാളെയും വേദനിപ്പിക്കാതിരിക്കുക, അങ്ങോട്ട് പോയി ഒരാളെയും ഉപദ്രവിക്കാതിരിക്കുക. പിന്നെ ആവശ്യമില്ലാത്ത ഒരു മനുഷ്യൻ, ഒരു വ്യക്തി ഇല്ലാത്ത സമയത്ത് അയാളെക്കുറിച്ച് ചിന്തിക്കാതെ പോലും ഇരിക്കുക. നല്ലത് പറഞ്ഞോളൂ, പക്ഷെ ചീത്ത പറയാതിരിക്കുക, മോശം പറയാതിരിക്കുക, ഒരാളുടെ വ്യക്തിത്വത്തെ ഹനിക്കാതിരിക്കുക. അത് ഇനി മുതൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്കോ ചിന്തയിലേക്കോ സാഹചര്യമായിട്ടോ കൂട്ടുകാർ, നമ്മൾ ചിലപ്പോൾ വിചാരിക്കാത്ത പോലെ നമ്മളുടെ കൂട്ടുകാർ നമ്മുടെ അടുത്തേക്ക് ഇതൊക്കെ കൊണ്ടുവന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാൻ പറഞ്ഞു ഓർക്കണം, സൊല്ലറെ സുമ്മായിറ്, സൊല്ലറെ സുമ്മായിറ്. ഇങ്ങനെയൊക്കെ ചെയ്ത് മനസ്സൊന്ന് പ്യുവറായാൽ പിന്നെ നമ്മുടെ മന്ത്രങ്ങളും തന്ത്രങ്ങളും എല്ലാം പരിചോളും. ആദ്യം ഇതൊന്നും ചെയ്യുക. ഓം ശ്രീ ലക്ഷ്മീ നരസിംഹം ശരണം പ്രപദ്യേ. സ്വാമിയേ ശരണമയ്യപ്പ.